താങ്ക് യു ഡോക്ടർ ധനേഷ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFHന്റെ ഇടതളവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2007 ദിവസമാണിന്ന്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് ആണ്. ഇന്ന് ക്ലാസ് എടുക്കുവാനായി നമ്മോടൊപ്പം എത്തുന്നത് ഡോക്ടർ PY സജിമോനാണ്. ഡോക്ടർ നമുക്ക് ക്യാൻസറിനെ കുറിച്ച് പല ക്ലാസ്സുകളും എടുത്തിട്ടുണ്ട്. ഡോക്ടർ കുറിച്ചി ഗവൺമെന്റ് ഹോമിയോ ഹോസ്പിറ്റലിൽ ക്യാൻസർ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രൈമറി ഹെൽത്ത് സെന്റർ വാഴൂർ അവിടുത്തെ മെഡിക്കൽ ഓഫീസറാണ്. ഡോക്ടർ വളരെ നല്ല ക്ലാസ്സുകളാണ് ക്യാൻസറിനെ കുറിച്ച് നമുക്ക് എടുത്തിട്ടുള്ളത്. ഇന്ന് പാലിയേറ്റീവ് ഓങ്കോളജിയുടെ ഫസ്റ്റ് പാർട്ടാണ് ഡോക്ടർ നമുക്കിന്ന് എടുക്കാൻ പോകുന്നത്. ഡോക്ടറുടെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. നന്ദി. ഡോക്ടർ എത്തിയിട്ടുണ്ട്. നമുക്ക് ഡോക്ടറെ ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഡോക്ടറെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ ക്ലാസ് ആരംഭിക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്സ് പാലിയേറ്റീവ് ഓങ്കോളജിയുടെ പാർട്ട് 1 എന്ന എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സമകാലികമായിട്ട് ഹോമിയോപ്പതി സിസ്റ്റത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു ചികിത്സാ വിഭാഗമാണ് പാലിയേറ്റീവ് കെയർ. എന്നാൽ വളരെ അവശതയോടുകൂടിയും വളരെ പഴകിയ രോഗങ്ങൾക്കെല്ലാം മൊത്തമായിട്ടും പാലിയേറ്റീവ് കെയർ ചെയ്യുമെങ്കിലും ക്യാൻസർ കെയറിൽ പാലിയേറ്റീവ് ഓങ്കോളജിയുടെ ഒരു സെഷൻ പ്രത്യേകമായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. സാന്ത്വന പരിചരണത്തെ പറ്റി ഈ ഡോക്ടർമാരുടെ ഒരു പ്ലാറ്റ്ഫോമിൽ പ്രത്യേകമായ ഒരു വിവരണമൊന്നും ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രധാനമായിട്ടും എനിക്കറിയാവുന്നതും എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു മൾട്ടി ഡിസിപ്ലിനറി അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചോടുകൂടി നിരീക്ഷിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു ഭാഗമാണ് പാലിയേറ്റീവ് കെയർ. ഓങ്കോളജിയിലെ പാലിയേറ്റീവ് കെയർ പ്രത്യേകമായിട്ട് നമ്മൾ കുറേ നിരീക്ഷണത്തിലൂടെ പഠനത്തിന് വിധേയമാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രസ്തുതമായിട്ട് നമ്മൾ ഓരോ അവസ്ഥകൾ വരുമ്പോൾ എന്തെങ്കിലും ഒരു മരുന്ന് കൊടുത്ത് അവർക്ക് എന്തെങ്കിലും ഒരു വിഷമതകൾ കുറയ്ക്കുക എന്നുള്ളതിലുപരി വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങൾ കൂടി അവലംബിച്ചാൽ രോഗികൾക്ക് കുറെ കൂടി നല്ല ഒരാശ്വാസം നൽകാൻ പാലിയേറ്റീവ് കെയറിൽ ഹോമിയോപ്പതിക്ക് വളരെ സാധ്യതയുള്ള ഒരു ഘട്ടമാണ്. സാന്ത്വന പരിചരണം നമുക്കെപ്പോഴും അറിയാവുന്നത്. എപ്പോഴാണ് സാന്ത്വന പരിചരണം ആവശ്യമായി വരുന്നത്? ഒരു ചികിത്സിച്ച് ഒരു രോഗി ഫലവത്താകുകയും ഇനിയും മറ്റ് ഫലവത്തായ ചികിത്സകൾ ഇല്ലാതെ ആകുകയും ചെയ്യുന്ന വൈദ്യശാസ്ത്രത്തിന് ഇനിയും മറ്റ് കാര്യങ്ങൾ ചെയ്യുവാൻ ഇല്ല, ഒരു ചികിത്സ എന്ന നിലയ്ക്കും അത് കുറയ്ക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരവസ്ഥയിൽ വരുമ്പോഴാണ് ഒരു പാലിയേറ്റീവ് കെയറിലേക്ക് ആ രോഗി പോകുന്നത്. പാലിയേറ്റീവ് കെയറിൽ തന്നെ വൈദ്യശാസ്ത്രപരമായിട്ട് തന്നെ പാലിയേറ്റീവ് കെയറിൽ തന്നെ ഒരു സബ് ഡിവിഷനാണ് ഹോസ്പിസ് കെയർ. ഹോസ്പിസ് കെയർ പലപ്പോഴും നമ്മൾ പാലിയേറ്റീവ് കെയറുമായിട്ട് കൂട്ടിക്കുഴയ്ക്കും. ഒരു രോഗി 6 മാസത്തിൽ കൂടുതൽ ജീവിക്കുകയില്ല എന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് ആ രോഗിക്ക് പ്രത്യേകപരമായിട്ട് ഹോസ്പിസ് കെയർ നമ്മൾ ഒരു പ്രത്യേകമായിട്ട് തന്നെ പ്രോട്ടോക്കോൾ ഹോസ്പിസ് കെയറിലേക്ക് പോകുന്നത്. ഹോസ്പിസ് കെയർ
പലപ്പോഴും ഹോമിയോപ്പതി ഫിഷകരന്മാരെ കാണാറുണ്ട്. അത് പാലിയേറ്റീവ് കെയർ പോലെ തന്നെ ഒരു ത്തിലുള്ള ഡോക്ടർമാരും. എന്നാൽ ഹോമിയോപ്പതിയിൽ ഹോസ്പിസ് കെയറിനെ പറ്റി പറയുക എന്ന് പറയുന്നതിലുപരി ഒരു ക്യാൻസർ ലെവൽ 4th സ്റ്റേജ് കഴിയുമ്പോൾ റേഡിയേഷൻ, കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി ഇങ്ങനെ പല ഘട്ടങ്ങളിലേക്ക് ചികിത്സ അവലംബിക്കുമ്പോഴും ഈ ചികിത്സ എല്ലാം കഴിഞ്ഞ് ആ രോഗി സ്വസ്ഥമായിട്ട് തന്നെ പോയി നിരീക്ഷണത്തിൽ കൂടെ പോകുകയും വീണ്ടും അത് ആവർത്തിക്കുകയും ചെയ്യുന്ന സമയത്ത്, മെറ്റാസ്റ്റാസിസ് വരുന്ന സമയത്ത് മറ്റ് ചികിത്സകളൊന്നും ഇനി നൽകാൻ കഴിയില്ല എന്നുള്ള ലെവലിൽ, പ്രത്യേകിച്ച് 4th സ്റ്റേജ് കഴിഞ്ഞുള്ളവരെ പാലിയേറ്റീവ് കെയറിലേക്ക് കൂടുതൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഒരു ടേർഷറി മാനേജ്മെന്റ് ലെവലിൽ ഹോമിയോപ്പതിയിലെ അപ്പോഴും ആ രോഗിയെ ചികിത്സിച്ച് ഭേദമാക്കാൻ സഹായകരമായിട്ടുള്ള അവസ്ഥകൾ നമ്മുടെ മുമ്പിൽ കാണാറുണ്ട്. പ്രത്യേകിച്ച് പല മരുന്നുകളും കൊടുത്ത ആ രോഗി വളരെ നാൾ ജീവിച്ചിരിക്കുകയും അലോപ്പതി സിസ്റ്റത്തിൽ കൃത്യതയോടുകൂടി പ്രോഗ്നോസിസ് ഉള്ളത് തന്നെയാണ്. പ്രോഗ്നോസിസ് കാറ്റഗറി നമ്മൾ ഓൺകോളജി തന്നെ പഠിക്കുമ്പോൾ അത് കൃത്യതയോടുകൂടിയാണ് ആ രോഗത്തിൻ്റെ പുരോഗതി ഗതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അവസ്ഥയിൽ രോഗപുരോഗതി അല്ലെങ്കിൽ അതിൻ്റെ ഗതി വളരെ ശാസ്ത്രീയമായിട്ട് കണ്ടെത്തിയെങ്കിൽ പോലും വളരെ നിസ്സാരപരമായിട്ടും വളരെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലെവലിലുള്ള ട്രീറ്റ്മെന്റ് നൽകുകയും ആ ഗൈഡഡ് ആയിട്ടുള്ള ആ കോശങ്ങളിലെ ആക്ഷനുള്ള മരുന്നുകൾ നൽകുകയും ചെയ്യുമ്പോൾ ആ രോഗി വളരെ കാലം ജീവിച്ചിരിക്കുകയും ആ രോഗിയുടെ അസ്വസ്ഥതകൾ കുറയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ അവസ്ഥയിൽ വളരെയധികം സാധ്യതകളുള്ള ഒരു വലിയ ഒരു കാറ്റഗറി സ്പെഷ്യാലിറ്റിയാണ് ഓൺകോ പാലിയേറ്റീവ് ലെവൽ. ഇത് നമ്മൾ ഏവരും വളരെ നിരീക്ഷണത്തിലൂടെ കൃത്യതയോടുകൂടി പഠിക്കുകയും അതിനെയൊക്കെ ചിന്തിക്കുകയും ചെയ്താൽ വൈദ്യശാസ്ത്രത്തിന്, ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിന് വളരെയധികം മുതൽക്കൂട്ടാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. പാലിയേറ്റീവ് ലെവലിൽ നമ്മൾ സാധാരണ ആ രോഗിക്ക് നൽകുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന പെയിൻ മാനേജ്മെന്റ് ആണ്. ആ വേദന നിവാരണം ആ രോഗിക്ക് കൊടുക്കുന്നു. ഏത് കണ്ടീഷൻസിലും ഏത് ലെവലിലുള്ള രോഗിക്കാണ് വേദന നിവാരണം കൊടുക്കാൻ ഹോമിയോപ്പതിക്ക് ഒട്ടനവധി സാധ്യതകളുള്ള ഒരു ഫീൽഡാണ്. അതുപോലെ രോഗലക്ഷണങ്ങൾ കുറയ്ക്കുക, സിംറ്റംസ് കൺട്രോൾ, വളരെയധികം എക്സാമ്പിൾസ് പറഞ്ഞാൽ നമ്മൾ ഓരോ ക്യാൻസറിനും ഓരോ ലെവലിലുള്ള സിംറ്റംസ് നമുക്ക് കാണുകയും അതിനെ ഏകദേശം ഒരു സിംറ്റോമാറ്റിക് ലെവലിൽ കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ സാമൂഹികവും മാനസികമായുള്ള പിന്തുണ ആ രോഗിക്ക് നൽകുന്നതിനും ഒരു ഹോമിയോപ്പതി ഡോക്ടർക്ക് വളരെയധികം സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ അസുഖത്തെ തുടർന്നുള്ള അസ്വസ്ഥതകളും അതിനെ തുടർന്നുള്ള ബുദ്ധിമുട്ടുകളും വളരെയധികം ഒരു 90% ലെവലിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു സാധാരണ ഒരു ഡോക്ടർക്ക് അത് സാധിക്കും എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതുപോലെ രോഗപുരോഗതി, മെറ്റാസ്റ്റാസിസ്, അതിനെ തടയുവാനും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് സാധിക്കുന്നുള്ളതാണ്. അതുപോലെ അലോപ്പതി വൈദ്യശാസ്ത്രത്തിന്റെ ലെവലിലെ കീമോ റേഡിയേഷൻ ലെവലിലും സർജിക്കൽ ലെവലിലും ഒക്കെ കഴിഞ്ഞ് ഒരു പാലിയേറ്റീവ് ലെവലിലേക്ക് പോകുന്ന രോഗിക്ക് ആശ്വാസം നൽകുന്ന മരുന്നുകളും നമുക്ക് ഒട്ടനവധി ഉണ്ട്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പാലിയേറ്റീവ് ഓൺകോളജിയുടെ സാധ്യതകൾ വളരെയധികം വിദൂരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ ഹോമിയോപ്പതിക്ക് സാധിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ പങ്കുവെക്കുവാനും ചർച്ച ചെയ്യേണ്ടതായിട്ടും വരുന്നത്. പെയിൻ വേദന നിവാരണത്തിന് എല്ലാ ഡോക്ടർമാർക്കും അവരുടേതായ എക്സ്പീരിയൻസ് ഉണ്ട്. അത് എല്ലാവരും നമ്മൾ ഷെയർ ചെയ്യുകയാണ്, അത് കൂടുതൽ സഹായകരമാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഓരോ അസുഖത്തിനും സിംറ്റം കൺട്രോള്
കുറയ്ക്കാൻ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗുകളും അപ്പോഴുള്ള സ്പോർട്ട് മെഡിസിൻസ് അതുപോലെ തന്നെ ട്രെയിനേജ് റെമഡീസും ഒക്കെ സഹായകരമാകുന്നുണ്ട്. മാനസികവും ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ സാമൂഹ്യപരമായിട്ടുള്ള പിന്തുണ നൽകുമ്പോഴും ഈ രോഗിക്കും ഈ രോഗിയോട് കൂടെയുള്ളവർക്കും പിന്തുണ നൽകാൻ വളരെയധികം സഹായകരമായ മരുന്നുകളും നമുക്കുള്ളതായിട്ട് ഏവർക്കും അറിയാം. അതുപോലെ തന്നെ ന്യൂട്രീഷണൽ സപ്പോർട്ട്, പോഷകാഹാര സമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ നിർദ്ദേശിക്കുകയും പോഷകാഹാരം ലെവലിൽ ഉള്ള അസ്വസ്ഥതകൾ വരുന്ന ക്ഷീണം അതുപോലുള്ള മറ്റ് പ്രശ്നങ്ങൾക്കൊക്കെ ഹോമിയോപ്പതി കൊണ്ട് സാധ്യമാകുന്നതാണ്. ഇന്ന് ഈ ക്ലാസ്സിൽ ഞാൻ ആദ്യം ഒരു പാർട്ട് 1 എന്ന് പറയുന്ന ലെവലിൽ നമ്മൾ യൂറോളജിക്കൽ മാലിഗ്നൻസിയുടെ ഒരു ഡിസ്കഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യൂറോളജിക്കൽ മാലിഗ്നൻസിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മുമ്പിൽ കണ്ടുവരുന്ന ബ്ലാഡർ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ക്യാൻസർ അല്ലെ റീനൽ ക്യാൻസർ. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് 70% പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് യൂറോളജിക്കൽ മാലിഗ്നൻസിയിലെ ബ്ലാഡർ ക്യാൻസർ വളരെയധികം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെയധികം സൈലന്റ് ആയിട്ട് തന്നെ കണ്ടുപിടിച്ച് വളരെ സങ്കീർണമായ ലെവലിൽ യൂറോളജിക്കൽ ക്യാൻസറിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ബ്ലാഡർ ക്യാൻസർ ആണ്. നേരത്തെ പല ക്ലാസ്സിലും ഞാൻ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യെങ്കിലും ഒരു പാലിയേറ്റീവ് ലെവലിൽ യൂറോളജിക്കൽ മാലിഗ്നൻസിയുടെ സാധ്യതകളെന്ന് പറയുന്നത് ഒട്ടനവധി ക്യാൻസറുകൾക്കും അവസാനമായിട്ട് എൻ സ്റ്റേജിൽ ഹോസ്പിസ് കെയർ, ഞാൻ നേരത്തെ ഹോസ്പിസ് കെയറിലും ഒക്കെ അതിൻ്റെ മെറ്റാസ്റ്റാസിസ് വരുമ്പോൾ കിഡ്നിക്കും ബ്ലാഡറിനും പ്രോസ്റ്റേറ്റിനും ഒക്കെ ഇത് ഡിസ്റ്റന്റ് മെറ്റാസ്റ്റാസിസ് ഡെവലപ്പ് ചെയ്ത് വളരെ സങ്കീർണമായ അവസ്ഥയിലേക്ക് ആ രോഗി പോകുന്നതായിട്ട് കാണാറുണ്ട്. എന്നാൽ ഒരു പാലിയേറ്റീവ് ലെവലിൽ നമ്മളെ എല്ലാ ചികിത്സയും പാലിയേറ്റീവ് കെയർ ആണ് എന്ന് പറഞ്ഞാലും ഒട്ടനവധി ഡോക്ടർമാർക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗുകൾ കൊണ്ടും നിസ്സാരമായ ചില മരുന്നുകൾ കൊണ്ടും ക്യാൻസറിനെ സുഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ ഭാഗമാണ്. അതെല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞ ഒരു ബ്ലാഡർ ക്യാൻസർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഒരു പാലിയേറ്റീവ് ലെവലിൽ വരുമ്പോൾ നമുക്ക് ഒരു രോഗി നമ്മുടെ മുന്നിലെത്തുമ്പോൾ ആ ബ്ലാഡർ ക്യാൻസറിന് എന്ത് മരുന്ന് കൊടുക്കും എന്നുള്ളതാണ് ഒരവസാന ഘട്ടത്തിലും. അതുപോലെ തന്നെ ഇനിയും എങ്ങനെ അത് കൺട്രോൾ ചെയ്യാം എന്നത് പലർക്കും ഒരു സങ്കീർണതയോ ഒരു ചിന്ത ഉണ്ടാകാറുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന നിലയിൽ ഞാനൊരു ബ്ലാഡർ ക്യാൻസർ ലെവലിൽ ക്യൂറേറ്റീവ് ആണെങ്കിലും പാലിയേറ്റീവ് ലെവലിലാണേലും ഞാൻ അതിന് ഏറ്റവും കൂടുതൽ സൈക്കോട്ടിക് മിയാസത്തിലുള്ള മരുന്ന് നൽകുക എന്നുള്ളതാണ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് സൈക്കോട്ടിക് റെമഡി ഇൻഡിക്കേറ്റ് ചെയ്താൽ, ഉദാഹരണം പറഞ്ഞാൽ തൂജായ അതുപോലെ മെഡോറിനം, ഈ ലെവലിൽ എന്ത് മരുന്ന് ഇത് രണ്ട് ആണ് കിട്ടിയെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു മരുന്ന് മീഡിയം പൊട്ടൻസിയിൽ നൽകുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു മാനദണ്ഡം. എന്നാൽ ഞാൻ പല ക്ലാസ്സുകളിലും ചിന്തിക്കുകയും അതിനെപ്പറ്റി ഗൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഒരു കീമോ പ്രിവെന്റീവ് ഡ്രഗ് പലപ്പോഴും ഈ രോഗിയെ നമ്മൾ ഒരു കെയർ വരികയും ഈ അസ്വസ്ഥതകള് കുറയ്ക്കുകയും ചെയ്യണമെങ്കിൽ ആ ബ്ലാഡറിലേക്ക് ആക്ഷനുള്ള ഒരു വസ്തുതാപരമായിട്ട് തന്നെ ആ പതോളജിക്കൽ സിഗ്നിഫിക്കൻ്റ് ഉള്ള ക്യാൻസർ സെല്ലിനായിട്ട് പ്രവർത്തിക്കുന്ന ഏതേലും ഒരു കീമോ പ്രിവെന്റീവ് ഡ്രഗ് കൂടെ പാലിയേറ്റീവ് കെയർ നൽകുകയാണെങ്കിൽ അത് വളരെയധികം സഹായകരമാകും എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഉദാഹരണമായിട്ട് ബ്ലാഡർ ക്യാൻസറിന് ടെറാസാക്കം ഒരു സ്പെസിഫിക് ആയിട്ട് തന്നെ പാലിയേറ്റീവ് കെയർ നൽകാറുണ്ട്. അത് പലപ്പോഴും 30, 3S, 1M, ടിഞ്ചർ എന്നിവയൊക്കെ നൽകാറുണ്ട്. ടെറാസാക്കം ഒരു ബ്ലാഡർ ക്യാൻസർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെറാസാക്കം
ഏത് സ്റ്റേജിലും ആ രോഗിക്ക് വിഷമതകളില്ലാതെ തന്നെ വിഴുങ്ങുവാനും പിന്നെ ഓറലി ആ ഡ്രഗ് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ടെറാസാക്കം നൽകുന്നതിൽ യാതൊരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ് നിരീക്ഷണം. ഇതിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ആ ബ്ലാഡർ ക്യാൻസർ വരുന്ന ഇൻഫ്ലമേഷൻസും അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വരുന്ന ഒരു ബൂസ്റ്റിങ്ങും കൃത്യതയോടുകൂടി ടെറാസാക്കം റോള് ചെയ്യാറുണ്ട്. ഒരു പാലിയേറ്റീവ് 4th സ്റ്റേജിൽ ബ്ലാഡർ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആ പിന്നെ ക്യാൻസറിന്റെ ഏത് സ്റ്റേജിലും വളരെയധികം ഫലവത്തായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു മരുന്നാണ് ടെറാസാക്കം. ഒരു സ്പെസിഫിക് ഓർഗാനിക് റെമഡി, ഒരു ഓർഗൻ സ്പെസിഫൈഡ് ഡ്രഗ് എന്ന് പറയുന്നത് ടെറാസാക്കം ഒഫിഷ്യനാലിസ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രീഷണൽ ആസ്പെക്റ്റില് ഈ രോഗികൾക്ക് കൂടുതലും അയണ്, സിങ്ക്, കാൽസ്യം, വൈറ്റമിൻസ് എല്ലാം റിച്ച് ആയിട്ട് കാണുന്ന ഒരു മരുന്നാണ് ടെറാസാക്കം. അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഡയൂററ്റിക് പ്രോപ്പർട്ടി ഉള്ള ഒരു ഡ്രഗാണ് ടെറാസാക്കം. അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിനും വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ വളരെ ഷുഗർ അൺകൺട്രോൾ ആയിട്ട് ഷുഗർ നിൽക്കുന്നവർ നോർമലൈസ് ചെയ്യാൻ കഴിവും ടെറാസാക്കത്തിനുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ വിധേയമാകുന്നത്. അതുപോലെ തന്നെ ഒരു ബ്രസ്റ്റ് ക്യാൻസർ, കോളൻ ക്യാൻസർ, പ്രോസ്റ്റേറ്റ്, ലിവർ എന്നീ ലെവലിലൊക്കെ സ്ത്രീകൾക്ക് സെർവിക്സ് ക്യാൻസർ ഇതിന്റെ എല്ലാം മെറ്റാസ്റ്റാസിന്റെ ലെവലിൽ വന്ന ബ്ലാഡറിലേക്ക് വരുന്നതിന് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ടെറാസാക്കത്തിന് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ടോട്ടലി ഒരു ഇമ്മ്യൂൺ ബൂസ്റ്റർ ലെവലില് അതുപോലെ തന്നെ ഒരു ഇൻഫ്ലമേഷൻ ഒക്കെ കുറയ്ക്കാൻ സഹായകരമാകുന്ന ഒരു കീമോ പ്രിവെന്റീവ് ഡ്രഗ് ആയിട്ട് ഒരു ബ്ലാഡർ ക്യാൻസറിന് നൽകണമെങ്കിൽ അത് സൈക്കോട്ടിക് നിയാസൻ ലെവലിൽ കൊടുക്കുന്ന മരുന്നിനോടൊപ്പം തന്നെ ഒരു പരിധി വരെ ആ രോഗിക്ക് ആശ്വാസം നൽകുന്ന ഒരു മരുന്നാണ് ടെറാസാക്കം. അതുപോലെ തന്നെ ബ്ലാഡർ ക്യാൻസറിന് അലോപ്പതിയില് വളരെയധികം പിന്നെ ശസ്ത്രക്രിയകൾ ഇന്ന് നിലവിലുണ്ട്. റോബോട്ടിക് സർജറി ഉൾപ്പെടെയുള്ള എല്ലാം നടന്നു വരുന്നതാണ്. ട്രാൻസ്യൂറീത്രൽ റിസെഷൻ ഓഫ് ബ്ലാഡർ, TURBT, ഇതൊരു സാധാരണ കോമൺ ആയിട്ടുള്ള ഒരു ക്യാൻസറാണ്. അതിലൊരു ശസ്ത്രക്രിയ പ്രൊസീജിയറാണ്. അപ്പം ഈ TURBT ചെയ്തു കഴിഞ്ഞും ഒത്തിരി അസ്വസ്ഥതകൾ രോഗികൾക്ക് കാണാറുണ്ട്. പല ആളുകളും TURBT കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ സാധാരണ ആളുകൾക്ക് ഹെമച്ചൂറിയ, മൈക്രോ ഹെമച്ചൂറിയ തൊട്ട് മൈക്രോ ഹെമച്ചൂറിയ വരെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ആ ലെവലിലെ ശസ്ത്രക്രിയക്ക് ശേഷം വരികയും ഇനി പാലിയേറ്റീവ് ലെവലിലേക്ക് മാറ്റി ആ സിംറ്റം കൺട്രോൾ ചെയ്ത് വരികയാണ് അലോപ്പതിയിലാണേലും ഏത് സിസ്റ്റത്തിലാണേലും പിന്നീട് ചെയ്യാനുള്ളത്. അപ്പോൾ ചിലർക്ക് പാലിയേറ്റീവ് കീമോതെറാപ്പി, പാലിയേറ്റീവ് റേഡിയേഷൻ എന്നിവയും നൽകി വരുന്നുണ്ട്. അത് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ റിക്കറന്റ് ഇൻഫെക്ഷൻസ് ആണ് ബ്ലാഡർ ക്യാൻസർ ആർക്ക് കൂടുതലും വരുന്നത്. നമ്മളൊരു നോൺ സ്പെസിഫിക് യൂറിത്രൈറ്റിസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പസൽസ് ക്ലിയറൻസ് വരുന്ന ലെവലിലൊക്കെ ആകണമെന്നൊന്നുമില്ല. വെറുതെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പിന്നെ ഒരു ബാക്ടീരിയ ക്ലിയറൻസിലൊന്നും ആ ഇൻവെസ്റ്റിഗേഷന് ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല ഇങ്ങനെയുള്ള പേഷ്യൻസിന്. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് സഹായകരമാകുന്ന പെട്രോസെലിന് മരുന്ന് ഇൻഫെക്ഷൻ ഏറ്റവും നല്ലതാണ്. അർട്ടിക്ക യുറൻസ് വെറൈറ്റിയിലുള്ള അർട്ടിക്ക ഡയോക്കിയ എന്ന് പറയുന്ന ഒരു പ്രത്യേകം മരുന്നുണ്ട്. അതൊരു അവൈലബിൾ ആണ്. അർട്ടിക്ക ഡയോക്കിയ അർട്ടിക്ക കാറ്റഗറി പെടുന്ന മരുന്നാണ്. അതുപോലെ സോളിഡാഗോ, ബരോസ്മ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന മരുന്ന്. പിച്ചി എന്ന് പറയുന്ന മരുന്ന്, ട്രിറ്റിക്ക റിപ്പൻസ്, ഇത്രയും മരുന്നുകളാണ് കൂടുതലും ബ്ലാഡർ ക്യാൻസറിന് ഡ്യൂറിങ് ക്യാൻസർ
ബ്ലാഡറിന് ഇൻഫെക്ഷനും ആഫ്റ്റർ പോസ്റ്റ് സർജിക്കൽ TURBT ലെവലിലും ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യാവുന്ന ഇൻഫെക്ഷൻ ഉള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയ മരുന്നുകളാണ് ഈ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ബ്ലഡ് ക്ലോട്ട്സ് വളരെ സങ്കീർണമായിട്ട് TURBT കഴിഞ്ഞവർക്കും പാലിയേറ്റീവ് ലെവലിലേക്ക് പോയ പേഷ്യൻസിനും ബ്ലാഡർ പിന്നെ ക്യാൻസർ ഉള്ളവർക്ക് സർവ്വസാധാരണമായിട്ട് വരുന്ന ബ്ലഡ് ക്ലോട്ടോട് കൂടി യൂറിനേഷൻ, അതിനൊരു സ്പെസിഫിക് ആയിട്ടൊരു മറുപടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചിന്തയോ ആരും കൊടുക്കാറില്ല. അതങ്ങനെയാണ് എന്ന് പറയും. രോഗി വളരെയധികം സങ്കീർണതയോടും വിഷമതയോടുകൂടി ജീവിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞു, പറ്റിയ രീതിയിലുള്ള കീമോ റേഡിയേഷൻ കൊടുക്കുന്നു, നമ്മളെടുത്ത് നമ്മൾ മരുന്ന് കൊടുക്കുന്നു. ഈ ലെവലില് വളരെ മാസീവായിട്ട് തന്നെ ക്ലോട്ടോടുകൂടി യൂറിനേഷൻ പോകുന്നതായിട്ട് രോഗികള് ഡോക്ടറോട് പറയുകയും ചെയ്യുന്നു. ഇതിന് ഏറ്റവും നല്ല മരുന്ന് പിന്നെ അനഗാലിസ് എന്ന് പറയുന്ന ഒരു മരുന്നാണ്. അനഗാലിസ് അത് വില്യം ബോറിക്കിലൊക്കെ ഉള്ള മരുന്നാണ്. അഗ്ലൂട്ടിനേഷൻ ഇൻ ഓറിഫൈസസ് എന്നാണ് അതിൻ്റെ ഇൻഡിക്കേഷൻസ് തന്നെ പറയുന്നത്. അനഗാലിസ് ആണ് ഏറ്റവും കൂടുതൽ ഇതിന് ഏറ്റവും ഗുണകരമായ മരുന്ന്. അതുപോലെ തന്നെ പെയിൻലെസ് ബ്ലീഡിങ്, പെയിൻലെസ് ഹെമറ്റോറിയ, ദിസ് ദ മോസ്റ്റ് ഡയഗ്നോസ്റ്റിക് ഫീച്ചർ ഓഫ് ബ്ലാഡർ ക്യാൻസർ. പെയിൻഫുൾ അല്ലാതെ തന്നെ യൂറിനേഷൻ വരുന്നതിന് നമ്മൾ അപ്പോൾ തന്നെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യേണ്ടി വരുന്നു ബ്ലാഡർ ക്യാൻസർ ആണെന്നുള്ളത്. അപ്പോൾ ആ ലെവലിലൊക്കെ ഏറ്റവും നല്ലത് മില്ലിഫോളിയം മദർ ടിഞ്ചർ തന്നെയാണ്. ഏറ്റവും നല്ലതുപോലെ തന്നെ അത് വർക്ക് ചെയ്യുകയും അതിന് പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാറുമുണ്ട്. പിന്നെ ഓപ്പറേഷൻ ലെവലിൽ TURBT കഴിഞ്ഞവർക്ക് പ്രത്യേകിച്ച് റെക്ടൽ ക്യാൻസർ പോലെ തന്നെ അനാസ്റ്റമാറ്റിക് ലീക്കേജ് കാണാറുണ്ട്. അതായത് കാപ്പിലറി ബ്ലീഡിങ് ഓപ്പറേഷൻ്റെ സൈറ്റിൽ കൂടിയും, അതുപോലെ ആഫ്റ്റർ ക്യൂറിറ്റേജ് ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള മൈക്രോ ഹെമറ്റോറിയയ്ക്ക് ഏറ്റവും നല്ലത് നൈട്രിക് ആസിഡാണ്. അത് ഏറ്റവും നല്ല ഒരു പിന്നെ റിപ്പോർട്ടിങ് ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്ന നൈട്രിക് ആസിഡാണ്. കാപ്പിലറി ബ്ലീഡിങ് ആഫ്റ്റർ ക്യൂറിറ്റ് എന്ന് തന്നെ പ്രത്യേകമായിട്ട് തന്നെ കീനോട്ട് ബോറിക്കിലൊക്കെ കണ്ടുവരുന്നതായിരുന്നു. അപ്പൊ ഇതൊക്കെ ഒരു ലെവലിലേക്ക്, അതുപോലെ തന്നെ ഏറ്റവും സങ്കീർണമായ ഒരു അവസ്ഥയാണ് ചേച്ചി കോളൻ ക്യാൻസറിനും റെക്ടൽ ക്യാൻസറിനും ബ്ലാഡർ ക്യാൻസറിനും ഒക്കെ മെറ്റസ്റ്റസിസ് വരുമ്പോൾ സർജറി പ്രൊസീജിയറിലേക്ക് നീളുമ്പോൾ അത് ബവലിൻ്റെ പാർട്ടോടെ റിമൂവ് ചെയ്യുന്നതായിട്ട് വരും. അപ്പൊ ഈ കൂടുതൽ ഇലിയം ഒക്കെയാണ് എടുത്ത് കളയേണ്ടതായിട്ട് വരുന്നത്. ഏറ്റവും കൂടുതൽ വൈറ്റമിൻസിനെ അബ്സോർബ് ചെയ്യാനുള്ള ഭാഗം ഇലിയമാണ്. ഇതും കൂടെ അപ്പൊ ന്യൂട്രീഷൻസിന്റെ മെറ്റബോളിസിന്റെ ഒക്കെ അഭാവങ്ങൾ ഇങ്ങനെയുള്ള പേഷ്യൻസിന് കണ്ടുവരും എന്നുള്ള കൂടി, പ്രത്യേകിച്ച് പാലിയേറ്റീവ് കെയർ കണ്ടുവരും എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ബ്ലാഡർ ക്യാൻസറിന് ഒരു ചികിത്സയില്ലാതെ പാലിയേറ്റീവ് ലെവലിലേക്ക് പോയി കഴിയുമ്പോൾ, പ്രത്യേകിച്ച് യൂറോളജിക്കൽ ബ്ലാഡർ ക്യാൻസർ എന്ന് എടുത്തു പറഞ്ഞാലും ഈ ആ ഭാഗത്ത് വരുന്ന കോമൺ ആയിട്ടുള്ള പിന്നെ റീനൽ ക്യാൻസർ ആണെങ്കിലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിലും ബ്ലാഡർ ക്യാൻസർ ആണെങ്കിലും മെറ്റസസ് വന്നാൽ ഈ കണ്ടീഷൻസ് വരും. സ്ട്രിക്ചേഴ്സ് ആൻഡ് അഡ്ഹഷൻസ് ആണ് ഏറ്റവും കൂടുതൽ അവിടെയുള്ള പാർട്ടിൽ വരുന്നത്. ഈ സ്ട്രിക്ചേഴ്സും അഡ്ഹഷൻസിനും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പോപ്പുലസ് ട്രിമലോയിഡ്സ് മദർ ടിഞ്ചറാണ്. പോപ്പുലസ് ട്രിമലോയിഡ്, അതുപോലെ തന്നെ പ്രത്യേകിച്ച് വെസിക്കൽ ക്രൈസിസ്, ബ്ലാഡർ സിംറ്റംസ് ക്രൈസിസ് മൊത്തമായിട്ടും ബ്ലാഡർ അതിസങ്കീർണമായിട്ട് അതിൻ്റെ പിന്നെ ബുദ്ധിമുട്ടുകൾ സിംറ്റംസ് ഏറ്റവും കൂടുതൽ വരികയാണെങ്കിൽ തയോസിനാമിനും നല്ലൊരു മരുന്നാണ്. അതുപോലെ തന്നെ സ്ട്രിക്ചർ
യൂറിനറി സ്ട്രിക്ചേഴ്സ് കൂടുതലും അഡ്ഹഷൻസും ഒക്കെ വരുന്നത് ഈ ക്ലോട്ട് പാസേജ് ചെയ്യുന്നതുകൊണ്ട് ഒക്കെ വരും. അതിന് ഏറ്റവും നല്ല ക്ലെമാറ്റസ് ഇറക്റ്റ് ആണ്. അത് 30th പൊട്ടൻസിയാണ് ഏറ്റവും റിപ്പീറ്റഡ് ഡോസ് കൊടുത്താൽ തന്നെ രോഗികൾക്ക് കുറവ് കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ബ്ലാഡർ ക്യാൻസറിനെ റിലേറ്റ് ചെയ്ത് പറയുമെങ്കിലും മറ്റ് യൂറോളജിക്കൽ കണ്ടീഷൻസിനും ഇത് ബാധകമാണ് എന്നുള്ളതാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ബ്ലാഡർ ക്യാൻസറിന് അതിൻ്റെ ഓപ്പറേഷൻ TURBT കഴിഞ്ഞ് വരുന്നവർക്ക് ഒത്തിരി അസ്വസ്ഥതകൾ വരും. ഒന്ന്, ഒരു നോർമൽ ലെവലില് പിന്നെ ലെവലിലുള്ള ഒരു പേഷ്യൻസിലുപരി മെറ്റാസ്റ്റാസിക് ലെവലിലൊക്കെ ആയിരിക്കും ഇതുപോലുള്ള രോഗികൾ വരുന്നത്. അപ്പോൾ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് പാലിയേറ്റീവ് ലെവലിലേക്ക് ആ രോഗി എത്തിക്കഴിഞ്ഞാൽ കീമോയും റേഡിയേഷനും എല്ലാം സക്സസ് ആയി, അല്ലെങ്കിൽ നമ്മുടെ മരുന്ന് സക്സസ് ആയി കഴിഞ്ഞാലും പ്രത്യേകമായിട്ടൊരു കണ്ടീഷനാണ് ഓവർ ആക്റ്റീവ് ബ്ലാഡർ, OAB എന്ന് പറയും. ഈ OABക്ക് മറ്റ് സിഗ്നിഫിക്കൻ്റ് ഒന്നുമില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് സബൽസർലേറ്റ തന്നെയാണ്. അത് അതിൻ്റെ ഏറ്റവും കൂടുതൽ ബ്ലാഡറിൻ്റെ ഓപ്പറേഷന് ശേഷവും OAB വന്നാൽ പ്രോസ്റ്റാറ്റിക് അതായത് പ്രോസ്റ്റാറ്റിക് പിന്നെ പോർഷൻ ഓഫ് യുറീത്ര ഈ ലെവലിലോ ആക്ഷനുള്ള മരുന്നാണ് സബൽസർലേറ്റ. അതുകൊണ്ട് അത് പല രോഗികൾക്കും കൊടുക്കാറുമുണ്ട്. രണ്ടെന്ന് പറഞ്ഞാൽ ഈ OABയുടെ കൺട്രോള് ഒരു പരിധിക്കപ്പുറത്ത് കൂടുകയാണെങ്കിൽ പെട്ടെന്നൊരാശ്വാസം കിട്ടുന്ന മരുന്നാണ് പരേറിയ ബ്രേവ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു ആൽക്കലോയിഡ് അടങ്ങിയിരിക്കുന്ന മസിൽസിനെ റിലാക്സ് ചെയ്യാൻ വളരെ കഴിവുണ്ട്. 20 തുള്ളിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ ആ രോഗിക്ക് ആശ്വാസം കിട്ടാറുണ്ട്. അത്ര തന്നെ എഫക്റ്റീവായിട്ടുള്ള ആൽക്കലോയിഡ് അടങ്ങിയിരിക്കുന്നുണ്ട് ഈ മരുന്നിൽ. അപ്പോൾ അത് നല്ല ഒരു മസിൽ റിലാക്സൻ്റ് ആണ്. ആ ഭാഗത്ത് പെട്ടെന്ന് ആ രോഗിക്ക് ആശ്വാസം കിട്ടുകയും വേദനകളിൽ നിന്നും സിംറ്റത്തിൽ നിന്നും ഒക്കെ കുറവ് നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ ഉപരി തന്നെ പാലിയേറ്റീവ് ലെവലിലേക്കുള്ള ഒരു കാൽവെപ്പ് അനുസരിച്ച് ഇത്രയും അസ്വസ്ഥതകൾ നൽകുമ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലാഡർ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു മിയാസം ലെവലിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന തൂജയ്ക്ക് ആ ലെവലിൽ TURBT ചെയ്ത ഒരു ബ്ലാഡർ ആണേലും ആ ട്യൂമർ അവിടെ സ്ഥിതി ചെയ്യുകയും അതിനൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലും വളരെ അസ്വസ്ഥത കാണിക്കുകയോ ഒന്നുമില്ലാതെ പാലിയേറ്റീവ് ലെവലിലേക്ക് പോവുകയാണെങ്കിലും നല്ല രീതിയിൽ സൈക്കോട്ടിക് മിയാസത്തിലുള്ള തൂജ ഉൾപ്പെടെയുള്ള മരുന്നുകൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ രോഗിക്ക് ഒത്തിരി ആശ്വാസം നൽകാറുണ്ട്. അതുപോലെ തന്നെ ക്രീമോ പ്രിവെൻറ്റീവ് ഡ്രഗായ ടെറാസാക്കത്തിനെ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. അതുകൂടാതെ തന്നെ നേരത്തെ പറഞ്ഞ സിംറ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രഗുകൾ പാലിയേറ്റീവ് കെയറിൽ വളരെയധികം ഉപയോഗിക്കാവുന്നതാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. അടുത്ത ഒരു യൂറോളജിക്കൽ മാലിഗ്നൻസിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട പ്രോസ്റ്റേറ്റ് ക്യാൻസർ തന്നെയാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ പറ്റി വളരെയധികം ക്ലാസ്സുകളും നമ്മുടെ കൂട്ടത്തിലുള്ള ഡോക്ടർമാർക്ക് വളരെയധികം അതിനെപ്പറ്റി ഐഡിയയും ഉണ്ടാകും. എന്നാലും ഒരു മാലിഗ്നൻ്റ് പിന്നെ യൂറോളജിക്കൽ മാലിഗ്നൻ്റ് എന്ന ലെവലിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്. പലപ്പോഴും പ്രോസ്റ്റേറ്റ് പിന്നെ പാലിയേറ്റീവ് കെയർ ലെവലിൽ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കുകയും ആ പ്രോസ്റ്റേറ്റ് ക്യാൻസർ അഡ്വാൻസ്ഡ് ആകുമ്പോഴാണ് രോഗികൾ പലപ്പോഴും കണ്ടെത്തുകയും ചെയ്യുന്നത്. ആക്സിഡൻ്റലി ഇന്ന് 60% ആളുകളും PSA ഇവാലുവേഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 10 നാനോഗ്രാം കൂടുതൽ PSA കണ്ടുവരുമ്പോൾ ആളുകൾ അത് ശ്രദ്ധിക്കുന്നു.
ഒരു ക്യാൻസറിലേക്ക് ഒരു ചൂണ്ടുപലകയായിട്ട് അത് കരുതുന്നു. അപ്പോൾ തന്നെ എക്സാമിനേഷൻ നടത്തുകയൊക്കെ ചെയ്യുന്നു. അലോപ്പതി സിസ്റ്റത്തില് നേരത്തെ ഓപ്പറേഷൻ ആണെങ്കിൽ ഇപ്പോൾ റേഡിയേഷന് കീമോതെറാപ്പിക്ക് ഓപ്പറേഷന് മുമ്പ് തന്നെ അത് ചെയ്യുകയും പിന്നീട് ആവശ്യം വന്നാലാണ് TURP ചെയ്യുന്നത്, ട്രാൻസ്യൂറിത്ര റിസെഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇത് ഒന്നെങ്കിൽ ഓർഗൻ കൺഫേംഡോ OC എന്ന് പറയും. ഓർഗന് മൊത്തം കൺഫേംഡ് ആയി കഴിഞ്ഞാൽ ഓർഗൻ മൊത്തം എടുത്തു കളയുന്നത്, കംപ്ലീറ്റ് TURP. അതുപോലെ എക്സ്ട്രാ ക്യാപ്സുലർ എക്സ്റ്റൻഷൻ ഉണ്ട്, ECE എന്ന് പറയും. ആ ലെവലിലെ പുറത്തെ പുറന്തോടിൽ നിന്ന് അകത്തേക്ക് തന്നെ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുമ്പം എക്സ്ട്രാ ക്യാപ്സുലർ എക്സ്റ്റൻഷനിൽ കൂടെ തന്നെ വരുന്ന ഒരു പാർഷ്യലിയോ അല്ലെങ്കിൽ പാർഷ്യലായിട്ട് തന്നെ TURP ചെയ്യുകയും ചെയ്യുന്നു. അത് ഓരോ ഡോക്ടർമാരും ആ കണ്ടീഷൻ അനുസരിച്ചാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഈ ലെവലിൽ TURP ചെയ്യുമ്പോൾ നേരത്തെ തന്നെ TURP ലെവലിൽ തന്നെ സാധാരണ ക്യാൻസർ അല്ലാത്തവർക്ക് പോലും TURP കഴിഞ്ഞ് ഒത്തിരി അസ്വസ്ഥതകൾ കണ്ടുവരുന്നുണ്ട്. ക്യാൻസർ കേസിൽ സാധാരണഗതിയിൽ ബയോപ്സി, ഗ്ലൈസൻ സ്കോർ എന്ന് പറയുന്ന ഒരു പ്രത്യേകം ബയോപ്സിയാണ് ഇതെടുക്കുന്നത്. അതിൻ്റെ ഒരു 7 തൊട്ട് 10 വരെ ഉള്ള ആ ഗ്രേഡ് നോക്കുമ്പോൾ മൊത്തം ക്യാൻസർ സ്പ്രെഡ് ചെയ്തതായിട്ട് ആ സ്കോറിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ഇതിന് പിന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞാലും അതിന്റെ പ്രൊഗ്നോസിസ് അനുസരിച്ച് രോഗി 10 തൊട്ട് 15 വർഷം വരെ ജീവിച്ചിരിക്കും എങ്കിലും ഏറ്റവും കൂടുതൽ ഗൗരവമായിട്ട് എടുക്കേണ്ടത് സ്കെലിറ്റൽ മെറ്റാസ്റ്റാസിസിലെ ബോൺ മെറ്റാസ്റ്റാസിസിലേക്ക് ഇതെത്തും. അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ മെറ്റാസ്റ്റാസിസിലേക്ക് എത്തും എന്നുള്ളതാണ് അതിൻ്റെ ഗൗരവേറിയ ഒരു ഫാക്ടർ. ആ ലെവലിൽ നമ്മൾ പാലിയേറ്റീവ് ലെവല് മറ്റ് അലോപ്പതി ട്രീറ്റ്മെന്റിന് ശേഷം ആ രോഗി വന്നാൽ പോലും ആ രോഗിക്ക് ആദ്യത്തെ തന്നെ ഒരു നോസോഡുകൾ കൊടുക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് ഒരു സിഫിലിറ്റിക് ലെവലിലുള്ള പിന്നെ മരുന്നുകൾ കൊടുക്കുന്നതിനോടൊപ്പം നോസോഡുകൾ കൊടുക്കുകയും ചെയ്യും. മൈ എക്സ്പീരിയൻസ് സ്കെറിനം നോസോഡ് ഏറ്റവും ഫലവത്തായിട്ട് കണ്ടുവരുന്ന പാലിയേറ്റീവ് കെയറിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഏറ്റവും വളരെ റിസൾട്ട് കാണിക്കുന്നത് സ്കെറിനം. പ്രത്യേകിച്ച് സ്കെലിറ്റൽ മെറ്റാസ്റ്റാസിസ് ഒക്കെ വളരെ ഒന്ന് ഒതുക്കാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ ഈ നോസോഡ് വളരെ ഫലപ്രദമാണ്. എന്നാൽ ഓപ്പറേഷന് ശേഷം TURPക്ക് ശേഷം മലാൻഡ്രനാണ് ഏറ്റവും നല്ലത്. കാരണം ക്യാൻസർ സെല്ലിൽ അവശേഷിക്കുന്നതിനെ തുരത്താൻ ഏറ്റവും നല്ലത് മലാൻഡ്രനാണ്. ഒട്ടനവധി ചില PSA എലിവേഷൻ കൂടുതലുണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പലതരമുണ്ട്. മെരുങ്ങാത്തതും മെരുങ്ങുന്നതുമായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഒരു ഓൾഡൻ കൺസെപ്റ്റ് അനുസരിച്ച് ഏകദേശം 15 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ ഒരു കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ഫലവത്താണ് ടെസ്റ്റിക്കിൾസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ടെസ്റ്റിക്കിൾസ് റിമൂവ് ചെയ്യുമ്പോൾ ആൻഡ്രോജന്റെ റോള് ചെയ്യാൻ കഴിവുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അതിനൊന്നും കൺട്രോൾ ചെയ്യാതെ അഗ്രസീവായിട്ട് പോകുന്ന ക്യാൻസറും പ്രോസ്റ്റേറ്റ് കണ്ടുവരുന്നുണ്ട്. ഈ ലെവലിൽ കാർസിനോസിൻ വളരെ ബ്ലഡിൽ റോൾ ചെയ്യുന്ന മരുന്നാണ്. കാർസിനോസിൻ കൊടുത്താൽ ഉടനെ ഒരു മേസി കില്ലിംഗ് ഒന്നും വരില്ല. മീഡിയം പൊട്ടൻസിയിലൊക്കെ നൽകിയ നല്ല റിസൾട്ട് കണ്ടുവരാറുണ്ട്. അപ്പൊ ഈ ആൻഡ്രോജൻ റിഡക്ഷൻ നല്ലപോലെ ഇങ്ങനെയുള്ള രോഗികൾക്ക് ആവശ്യമാണ്. അതിന് ഏറ്റവും പാലിയേറ്റീവ് കെയറിൽ ഞാൻ നേരത്തെ ടെറാസാക്കത്തിന്റെ റോള് പോലെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ കീമോ പ്രിവെന്റിൽ ഏറ്റവും നല്ലത് വിസ്കോആൽബ് മദർ ടിഞ്ചറും കുർക്കുമ മദർ ടിഞ്ചറും ആണ്. ഏത് ലെവലിലും ആ രോഗി സങ്കീർണമായിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ പ്രശ്നമായിട്ട് വന്നാൽ, പ്രത്യേകിച്ച് പാലിയേറ്റീവ് കെയറിൽ വന്നാലും
ട്രീറ്റ്മെന്റ് ലെവലിൽ കൊടുക്കുന്ന പോലെ തന്നെ ഈ കീമോ പ്രിവെന്റീവ് നൽകി കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്, പ്രത്യേകിച്ച് വിസ്കോആൽബിനും കുർക്കുമായിലും. ഇത് ഏത് ലെവലിലും വർക്ക് ചെയ്യും. അഡ്വാൻസ്ഡ് ക്യാൻസർ 4th സ്റ്റേജ് ക്യാൻസർ തൊട്ട് സർജിക്കൽ ലെവലിലും ആഫ്റ്റർ കീമോ ആൻഡ് റേഡിയേഷൻ ലെവലിലും വിസ്കോആൽബ് നല്ല റോളുണ്ട്. എന്നാൽ ഈ നമ്മുടെ ഹോർമോണുമായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ ടെസ്റ്റിക്കിൾസ് റിമൂവ് ചെയ്യുകയും അതിനെ വളരെയധികം എന്നിട്ടും അഗ്രസീവ് ആകുന്ന ക്യാൻസറിന് ഏറ്റവും നമ്മളൊരു പാലിയേറ്റീവ് ലെയറിൽ കൊടുക്കാൻ പറ്റുന്ന ലിനമാണ്. ലിനം യുസിസ്റ്റാറ്റിനോ എന്നതിന് പേര്. നമ്മുടെ കീനോട്ടിലൊക്കെ ഈ മരുന്ന് വരുന്നത് നമ്മൾ ഫ്ലാക്സ് സീഡിൽ നിന്ന് എടുക്കുന്ന മരുന്നാണ്. ഈ ലിനം പൊട്ടൻസി വളരെ എഫക്റ്റീവാണ്. നമ്മൾ ലിനം ഒരു ആൽഫ ലിപ്പോയിക് ആസിഡാണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. പൊട്ടൻസി പോലും റോള് വരുന്നുണ്ട് ടിഞ്ചർ കൊടുക്കാതെ തന്നെ. അത് ഫൈറ്റോ ഈസ്ട്രോജനാണ്. അതിന് പിന്നെ ആൻഡ്രോജൻ റിഡക്ടറാണ്. അതുപോലെ പ്രത്യേകിച്ച് തന്നെ നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ഏറ്റവും വലിയ ഒരു ബോൺ ക്യാൻസർ, ബോൺ മെറ്റാസ്റ്റാസിസ് പോലെ തന്നെ ലങ് മെറ്റാസ്റ്റാസിസിനെ തടയുവാനും ലിനം നല്ലതാണ്. അത് വളരെയധികം നമ്മളെ അതുപോലെ പ്രത്യേകിച്ച് കീമോ റേഡിയേഷന് ശേഷമുള്ള ടിഷ്യൂ ഡാമേജസിനെ റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഈ ഫ്ലാക്സ് സീഡിനുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ കീമോ പ്രിവെന്റീവ് ലെവലില് ഒരു പാലിയേറ്റീവ് ലെവലിലാണേലും ആ രോഗിയെ ഒരു സ്റ്റേബിൾ ആക്കാന് നമുക്കുതകുന്നത് വിസ്കോആൽബും കുർക്കുമായും ലിനോ ആണ് എന്നുള്ള ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ചില നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ന്യൂട്രീഷണൽ സപ്പോർട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ളവർക്ക് നൽകുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ രോഗികളോട് പറയേണ്ടത് പ്രത്യേകിച്ച് മാട്ടിറച്ചി ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രത്യേക ഹൈഡ്രോസൈക്ലിക് അമിനേസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഘടകം മാട്ടിറച്ചിയിലുണ്ട്. അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ അഗ്രസീവ് ചെയ്യാൻ റോള് ചെയ്യും. അതുകൊണ്ടാണ് അത് മാട്ടിറച്ചി കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറയുന്നത്. അതിൽ ന്യൂട്രീഷണൽ സപ്പോർട്ടിൽ ഏറ്റവും വാൾനട്ട് ആളിന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനും പോളിഫിനോൾ എന്ന് പറയുന്ന കാരണം അത് ഫൈറ്റ് ചെയ്യാനുള്ള കഴിവ് വാൾനട്ടിനുണ്ട്. ലോക പ്രശസ്തമായിട്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വാൾനട്ട്. വാൾനട്ട് കൊണ്ട് തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള കഴിവ്, ഏത് ക്യൂറേറ്റീവ് ആൻഡ് പാലിയേറ്റീവ് ലെവലിലാണേലും അതിന് കഴിവുണ്ട്. അതുപോലെ തന്നെ പിന്നെ സിങ്കിന്റെ അളവ് വളരെ കുറവായിരിക്കും ഇങ്ങനെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ള രോഗികൾക്ക്. അപ്പൊ ഏറ്റവും കൂടുതൽ മത്തങ്ങാക്കുരു, പംകിൻ സീഡ് നല്ല ഒരു ഓപ്ഷനാണ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസിന് നൽകുക എന്നുള്ളത്. ഈ ലെവലില് ക്യാൻസർ കൃത്യതയോടുകൂടി നമ്മൾ ഈ ഇതിനെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. യൂറോളജിക്കൽ പ്രത്യേകിച്ച് നമ്മളത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ റീനൽ കാർസിനോമ, റീനൽ ഏരിയയിൽ ഏറ്റവും കൂടുതൽ റീനൽ ട്യൂമറായിട്ടും റീനൽ കോർട്ടക്സിൽ ആയിട്ടും ഒക്കെയാണ് ട്യൂമേഴ്സ് വരുന്നു. ചിലപ്പോൾ കംപ്ലീറ്റ് എക്സ്റ്റാർപ്പേഷൻ തന്നെ റീനൽ കിഡ്നി തന്നെ എടുത്തു കളയേണ്ടതായിട്ടുള്ള ട്യൂമേഴ്സുകളൊക്കെ കിഡ്നിക്ക് വരാം. ഇത് ഏറ്റവും കൂടുതൽ പേഷ്യൻസിന്റെ ഡിസ്കംഫോർട്ട് എന്ന് പറയുന്നത് ഹെമച്ചൂറിയായും ഇതിന് ശേഷമുള്ള മെറ്റാസ്റ്റാസിസുമാണ്. അപ്പൊ റീനൽ പിന്നെ കാർസിനോമയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഹെമച്ചൂറിയയ്ക്ക് റീനൽ ഹെമച്ചൂറിയയ്ക്ക് ഏറ്റവും നല്ലത് ഫോസ്ഫറസ് തന്നെയാണ്. ഫോസ്ഫറസിന് ശേഷമേ ഉള്ളൂ നമ്മൾ കൂടുതലും ഒരു ഐഡന്റിഫിക്കേഷൻ ലെവലിലല്ലാതെ തന്നെ നമ്മൾ ഹമാമലിസ്, മില്ലിഫോൾ ഇതുപോലുള്ള മരുന്നുകളൊക്കെ ഒരു
ഒരു ലെവല് സജസ്റ്റ് ചെയ്ത് അത് തെറ്റായി പോകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം റീനൽ ടിഷ്യൂസിൽ ഏറ്റവും കൂടുതൽ ആക്ഷൻ ഉള്ളത് ഒരു വീനസ് ഡ്രഗുകളൊന്നും കൊടുത്താൽ ബ്ലീഡിങ് നിൽക്കില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തൊരു പ്രത്യേകമായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു റീനൽ ഡാമേജസ്, റീനൽ ടിഷ്യൂസ്, പിന്നെ പ്രത്യേകിച്ച് കിഡ്നിയുടെ ഉപരിതലങ്ങൾ എടുത്തു കളയുക, ഒരു ഭാഗം എടുത്തു കളയുക, അല്ലെങ്കിൽ ഒരെണ്ണം എടുക്കുക, ഇതൊരു ക്ഷതമാണ്. ഈ റീനൽ ക്ഷതത്തിന്, ഈ കിഡ്നി ക്ഷതത്തിനും അല്ലാതെ ഓപ്പറേഷൻ കൊണ്ടും ആകാം, അതുപോലെ തന്നെ അതിസങ്കീർണമായ ക്യാൻസർ ലെവലിലേക്ക് പോകുമ്പോഴും ഒക്കെ ഇത് സംഭവിക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ ഹെമറ്റോറിയ വന്നു കഴിഞ്ഞാൽ ഫോസ്ഫറസ് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഒരു വാസ്കുലാർ ഹെമറ്റോറിയയ്ക്ക് വരുന്ന മരുന്നുകൾ കൊടുത്താൽ അത് കൂടുതൽ ബ്ലീഡിങ്ങിന് ഉതകും എന്നുള്ള കാര്യം അലോപ്പതി തന്നെ പഠനങ്ങളുള്ളതാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ ഏറ്റവും മോസ്റ്റ് സൂപ്രാഹെഡഡ് ഡ്രഗായ ടാറന്റുല ക്യൂബൻസിസ് തന്നെയാണ് റീനൽ ട്യൂമേഴ്സിനും റീനൽ എമർജൻസിക്കും റീനൽ മാലിഗ്നൻസിയുടെ പാലിയേറ്റീവ് ലെവലിലും ആദ്യം ചിന്തിക്കേണ്ടത് ടാറന്റുല ക്യൂബൻസിസ് ആണ്. ഇത് ഇത്തരം സർജിക്കൽ കൊണ്ടുള്ള ക്ഷതങ്ങൾ, മറ്റുള്ള പ്രൊസീഡേഴ്സ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, ക്യാൻസറിൻ്റെ വിവിധ അത് ഇരുന്നാൽ പോലും ഉള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിധി വരെ നല്ല ഒരു റോള് നൽകാൻ ഈ ടാറന്റുല ക്യൂബൻസിസ് കൊണ്ട് കഴിയും. അതിൻ്റെ ഒരു അഡ്വാൻസ് ക്യാൻസറിനും ടെർമിനൽ ക്യാൻസറിനും ഏറ്റവും നല്ല ഒരു റെപ്പർട്ടോറിയൽ അനാലിസിസിൽ കൂടെ ഏറ്റവും കൂടുതൽ വരുന്ന ടാറന്റുല ക്യൂബൻസിസ് തന്നെയാണ്. പിന്നെ എല്ലാ സ്റ്റേജിലും എല്ലാ മാലിഗ്നൻസി കൊടുക്കാമെങ്കിലും റീനൽ ടിഷ്യൂസിൽ, റീനൽ പിന്നെ ഓപ്ഷൻസിൽ ഏറ്റവും കൂടുതൽ അനിവാര്യമുള്ളത് ഓർത്തിരിക്കേണ്ട വരുന്ന ടാറന്റുല ക്യൂബൻസിസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അസൈറ്റിസ് കുറയ്ക്കും, അത് വെള്ളക്കെട്ട് ഏറ്റവും കൂടുതൽ കുറയ്ക്കും, ഇൻഫ്ലമേഷൻ കുറയ്ക്കും, പിന്നെ അതിൻ്റെ ആബ്സസ്, ക്യാൻസർ ആബ്സസ്, ഇൻഫ്ലമേഷൻസ്, ഈവൻ അസൈറ്റിക് ലെവലിലുള്ള പ്രോഗ്രഷൻസിനെ എല്ലാം, ട്യൂമർ കൊണ്ട് വരുന്നതിനെല്ലാം ക്യൂബൻസിസ് നല്ലപോലെ കുറയ്ക്കും. അതുപോലെ തന്നെ ഈ രോഗിക്ക് വരുന്ന ഡിസ്കംഫോർട്ടുകൾ, പ്രോസ്ട്രേഷൻ, ഇതിനകത്ത് പറയും ബേണിങ്, സ്റ്റിങ്ങിങ് പെയിൻ്റെ ഒക്കെ നല്ല റിസൾട്ട് ടാറന്റുല ക്യൂബൻസിസ് നൽകാറുണ്ട്. അതുപോലെ ലിംഫാറ്റിക് സ്പ്രെഡ് കുറയ്ക്കാനും ക്യൂബൻസിസിന് നല്ല കഴിവുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകിച്ച് റീനൽ ട്യൂമർ ഉള്ളതും ഇൻ പാലിയേറ്റീവ് കെയറിലും പോസ്റ്റ് സർജിക്കൽ ലെവലിലാണേലും ടാറന്റുല ക്യൂബൻസിസ് ഏറ്റവും കൂടുതൽ വരുന്ന വേദന സംഹാരിയായിട്ടാണ് വരുന്നത്. അത് അപ്പോൾ പ്രത്യേകിച്ച് സെൻസറി ലെവലിലുള്ള ഞരമ്പിനെയൊക്കെ അത് കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള കഴിവ് അതിന് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും വിസ്മരിച്ചുകൂടാത്ത ഒരു ഡ്രഗാണ് ടാറന്റുല ക്യൂബൻസിസ്, പ്രത്യേകിച്ച് റീനൽ ഇൻവോൾവ്മെന്റിന്. പിന്നീട് നമുക്ക് ട്യൂമർ എടുത്തു കളഞ്ഞില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണേണ്ട സൈക്കോട്ടിക് റെമഡിയിലുള്ള മരുന്നാണ് തൂജ, കൊണിയം, ഇങ്ങനെയുള്ള മരുന്നുകൾ വളരെയധികം ഫലവത്താണ്. സൈക്കോട്ടിക് റെമഡിയിൽ ഏറ്റവും കൂടുതൽ ഉള്ള തൂജയും കൊണിയവും ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ എക്സ്റ്റൻസീവ് മെറ്റാസ്റ്റസിസ് പറഞ്ഞാൽ റീനൽ ട്യൂമറിന് പാലിയേറ്റീവ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടെത്തേണ്ടത് ഓറമെറ്റിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്. ഓറമെറ്റ് നല്ല നല്ല റോള് ഇങ്ങനെയുള്ള പേഷ്യൻസിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഈ റീനൽ ട്യൂമറിന് കൃത്യമായിട്ട് തന്നെ പിന്നെ തൂജ, ഓറമെറ്റ്,
കോണിയം ഒക്കെ ആണെങ്കിലും നമ്മൾ റീനൽ ഇൻവോൾവ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഒരു പാലിയേറ്റീവ് ലെവലിലേക്ക് ആ പേഷ്യൻ്റ് എത്തിയാൽ നമ്മൾ ഒരു കാരണവശാലും ടർമിനൽ ക്യൂബൻസിസിനെ വിസ്മരിച്ചുകൂടാ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. യൂറോമാലിഗ്നൻസിയുടെ ഈ ടോപ്പിക്ക് ക്ലാസ് ഇന്ന് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ബോൺ ക്യാൻസർ, കോളോറക്ടൽ ക്യാൻസർ ഒക്കെയാണ് അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ഏകദേശം 10 മിനിറ്റോളം നമുക്ക് സമയമുണ്ട്. ഡിസ്കഷനിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡോക്ടർ മ്യൂട്ടാണ്, ശൈല ഡോക്ടർ മ്യൂട്ടാണേ. സജിമാൻ ഡോക്ടർ എന്തായാലും കൃത്യസമയത്ത് തന്നെ വൈൻഡപ്പ് ചെയ്തു. പിന്നെ 10 മിനിറ്റ് ഡിസ്കഷനുള്ള സമയമുണ്ട്. പ്രോസ്റ്റേറ്റ് ആൻഡ് ബ്ലാഡർ ക്യാൻസറിനെ കുറിച്ച് ഡോക്ടർ വളരെ വിശദമായി തന്നെ സംസാരിച്ചു. അത്യാവശ്യം നമുക്ക് ക്യാൻസർ, ഈ വക ക്യാൻസറുകൾ വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചും ഡോക്ടർ സംസാരിച്ചു. അപ്പൊ ഇനി ആർക്കെങ്കിലും ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഈ വിഷയത്തിലുള്ള കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കാം. അപ്പൊ സമയം കഴിയുന്നതിന് മുമ്പ് നേരത്തെ വന്നാൽ നമുക്ക് സമയബന്ധിതമായി എല്ലാവർക്കും ചോദിക്കാനുള്ള സമയം കിട്ടും. ഡോക്ടറെ സേട്ട് സാർ ഉണ്ടല്ലോ, സേട്ട് സാർ ഉണ്ട്. സേട്ട് സാറുണ്ട്. സേട്ട് സാറ് ക്യാൻസറിൽ ഒരുപാട് ക്യാൻസർ പേഷ്യൻസിനെ ചികിത്സിക്കുന്ന ആളാണ്. ഞാനൊന്ന് തിരക്ക് കൊണ്ടിട്ടും കയറിയത് ക്യാൻസറിന്റെ ക്ലാസ് ആയോണ്ടാ. പുതിയ വീണ് കിട്ടിയാല് പോയി നോക്കിയാലോ. അല്ല, ഞങ്ങൾ വിചാരിച്ച് നമുക്ക് പറഞ്ഞു തരാനാണ്. സജിമാൻ ഡോക്ടർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനോ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനോ ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. എന്തായാലും ക്ലാസിന്റെ സജിമോന് ക്ലാസ് നോക്കുന്നത് നന്നായിരുന്നു കേട്ടോ. സജിമോന് നിങ്ങൾ വേലപ്പന്റെ ആരെങ്കിലാണോ? സജിമോൻ വേലപ്പന് ചായ ഉണ്ടാവും. ചേട്ടന്റെ മോനോ പെങ്ങളുടെ മോനോ ഒക്കെ ആണെന്ന് തോന്നിയിരുന്നു. വേലപ്പൻ ഡോക്ടറെ ബന്ധമൊന്നുമില്ല അല്ലേ? ബന്ധമൊന്നുമില്ല അല്ലേ വേലപ്പനോട്? നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ സജിമോൻ, നല്ല ക്ലാസ് ആയിരുന്നു. നിങ്ങൾ വേണ്ട കാര്യങ്ങൾ വളരെ ഊന്നി പറയുകയും ചെയ്തു. കാരണം ടാലന്റ് അക്യുപ്മെന്റ്സിനെ പറ്റി പറഞ്ഞതിൽ വളരെ നന്നായിരുന്നു. കാരണം പെയിനും മറ്റുള്ള കാര്യം എക്സ്റ്റൻസീവ് ചെയ്യാതിരിക്കാനും പെയിനുമായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ടാലന്റ് അക്യുപ്മെന്റ്സ് വളരെയധികം ഗുണം ചെയ്യും. അതിനെ മെറ്റാറ്റാക്സിസ് തടയാൻ വേണ്ടി ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന മെലാൻഡിനാണ്. ആ മെലാൻഡിനെ പറ്റി നിങ്ങൾ സംസാരിച്ചു. അപ്പം അതിനകത്ത് കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ആളാണെന്ന് മനസ്സിലാക്കി. വെരി ഗ്ലാഡ്, സന്തോഷമുണ്ട്. ക്യാൻസറെ പറ്റി കൂടുതൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് സമുദായത്തിന് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. കാരണം ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നതാണ് ഈ ക്യാൻസർ പേഷ്യൻസെ. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വലിയ കരണീയമായ കാര്യമാണ്. ഞാൻ ഇതിനകത്ത് വളരെയധികം പ്രത്യേകിച്ച് കൊടുക്കുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്ക് കയറണം തോന്നിയത്. ഞാൻ വേറെ ഡിസ്കഷൻ എനിക്ക് അവർ പുറത്തവിടെ ഇരുത്തിയിട്ട് ഞാൻ പതുക്കെ അത് കയറിയാണ്. എന്തെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ കിട്ടട്ടെ വെച്ചിട്ട്. കാരണം എവിടെ കിട്ടുന്ന പറയാൻ പറ്റില്ല. കിട്ടിയോ? പല അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. കാരണം അദ്ദേഹം വളരെയധികം സൂക്ഷ്മമായിട്ട് പഠിക്കുന്ന ആളാണ്, സൂക്ഷ്മമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. പാറ്റിനെ പറ്റിയും ഡിഫൻസിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോഴേ അത് വളരെ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോകുന്നതാണ് മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ഭാവിയിൽ ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും ക്യാൻസർ പേഷ്യൻസ്. ഓക്കെ സെഡ് സാറേ, വളരെ സന്തോഷം. സാറ് എന്തായാലും നല്ല അഭിപ്രായമാണ് ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞത്. ഇനി ഡോക്ടർ മനോജ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ഏതായാലും സജിമോൻ ഡോക്ടർ ക്ലാസ് വളരെ ഉജ്ജ്വലമായിരുന്നു. പിന്നെ നമ്മളിത് ശ്രദ്ധിക്കേണ്ടത്, സേട്ട് സാർ ഇത്രയും തിരക്കുള്ള ഒരാള് ഇത് ഓരോ ദിവസമുള്ള പ്രോഗ്രാം ശ്രദ്ധിക്കും എന്നുള്ളത് അത്ഭുതമാണ്. നമ്മുടെ കൂടെ എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട്? ഞാൻ ശ്രദ്ധിച്ചു, സേട്ട് സാറിന് ഇപ്പൊ നോമ്പ് കാര്യമായിട്ട് കുറച്ച് ദിവസം കയറാറില്ല, പക്ഷെ ഇന്നിപ്പോ കയറിയിരിക്കുന്നു. കണ്ടിട്ട് അതാണ് സേട്ട് സാർ ആക്കിയത്. ആ ഒരു ക്യൂരിയോസിറ്റി, സമർപ്പണമാണ്.
അതുപോലെ സജിമാൻ ഡോക്ടറും വളരെ ഗംഭീരമായിട്ട് ഇവിടെ കുറിച്ചി ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു സ്പെഷ്യൽ OP നടത്തുന്നുണ്ട് സാറേ. ദിവസം ഇപ്പൊ 60 അതെ പേഷ്യൻസ് ആയി, ആഴ്ചയിൽ ഒരു ദിവസം. സജിമാൻ ഡോക്ടറെ അതിനെ കുറിച്ച് പറയാമോ? ബുധനാഴ്ച ക്യാൻസർ യൂണിറ്റ്. അതെ ഇപ്പൊ 2 കേസിൽ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ബുധനാഴ്ച ദിവസം അല്ലേ? അതായത് ഇപ്പൊ ഡോക്ടർ കയ്യേറി പെയിന് വേണ്ടി സജീവമായി കൂടുതൽ കൊടുക്കുന്നത് പെയിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ടെർൻട്രാക്യുവൻസിസ് കൊടുക്കും. അതിനേക്കാളൊക്കെ നല്ലൊരു മതി ഞാൻ പറഞ്ഞിട്ട്. പിറ്റ്സീഡിയ ശരിയാ. ചമ്മോമില. அதுக்கு மேலே ஒன்று இருக்குது, സാറ് പറയൂ സാർ. കൽക്കേരിയ കാർബ്. കാൽക്കേരിയ കാർബ് 30 സാറ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം അത് കൊടുത്താല് പ്രായം ഉണ്ടാവില്ല, ഉറപ്പാ. ഞാൻ പല പ്രാവശ്യം പലർക്കും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സാറ് എല്ലാ ക്യാൻസറിനും ഉപയോഗിക്കുമെന്ന് തോന്നുന്നു അല്ലേ കാൽക്കേരിയ എല്ലാ കാർബ്? ക്യാൻസറും കാർബ് പെയിൻ ഇവിടെ കൺട്രോൾ ആവില്ല. ഞാനിവിടെ അയ്യോ പറഞ്ഞ പോലെ മറ്റു മരുന്നെല്ലാം കൊടുത്ത് പരാജയപ്പെടുകയാണെങ്കിൽ സാധിക്കും. ഉടനെ ഞാൻ കൂടി ചിന്തിക്കില്ല, കാരണം അവർക്ക് ഉടനെ പെയിൻ റിലീഫ് ആവണം. കൽക്കേരിയ കാർബ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ 25 ml അക്വയിൽ 4 or 5 തുള്ളി എടുത്തോളൂ. അതുകൊണ്ട് അതിൽ നിന്ന് 3 or 4 തുള്ളി കൊടുക്കുക എവരി അവർ. അതുപോലെ ഈ അറബികളുടെ ഇടയിൽ ക്യാൻസർ തടയാൻ വേണ്ടി നമ്മള് ബ്ലാക്ക് സീഡ് ഉപയോഗിക്കുന്നുണ്ട്. ബ്ലാക്ക് സീഡ് നമുക്ക് ഒരു മരുന്നായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം. അറബികൾ തിന്നാം അല്ലേ? അറബികൾ ഒരുപാട് ഉപയോഗിക്കുന്ന മരുന്നാണ് അത്. സെന്റ് ജോർജിൽ മാത്രമേ കിട്ടുന്നുള്ളൂ, വേറെ കിട്ടുന്നില്ല. സെന്റ് ജോർജിൽ ഇപ്പൊ എന്ത് മരുന്ന് വെച്ചാലും കിട്ടും. അതിനെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം എനിക്ക്. എന്ത് മരുന്ന് എഴുതി കൊടുത്താലും കിട്ടും. അത് അവരുണ്ടാക്കി തരയാണോ അല്ലോ വെറുതെ വല്ലതും ചെയ്യാമെന്ന് അറിയില്ല. എന്നാലും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. സാറേ അത് ഫലപ്രദമാവുന്നില്ലേ മരുന്നുകൾ? ഉണ്ട്. ഇപ്പൊ നമ്മളത് തീർച്ചയായിട്ടും അത് എന്താ പറയുക പോസിറ്റീവായിട്ട് തന്നെ അത് നല്ല മരുന്ന് തന്നെയാണ് കിട്ടുന്ന വലിയ കാര്യമല്ല സാറേ. അതെ നമ്മുടെ ലത്തീഫ് സാറിന്റെ ഡിസ്പെൻസറി ഞാൻ ഒരിക്കൽ പോയിരുന്നു. അപ്പോൾ കണ്ട മൊത്തം ഈ പച്ച ലേബൽ സെന്റ് ജോർജിന്റെ മരുന്നുകൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത മരുന്നുകൾ, പല പൊട്ടൻസികൾ. സെന്റ് ജോർജിന് ഒരുപാട് മരുന്നുണ്ട് കേട്ടോ, അവർക്ക് ഒരുപാട് റയർ മെഡിസിൻസ് ഉണ്ട്. തീർച്ചയായിട്ടും IFPH അവരെ ഒന്ന് ആദരിക്കുമെന്ന് എന്റെ അഭിപ്രായം. ഏതെങ്കിലും ഫംഗ്ഷൻ അവരെ വിളിച്ചിട്ട് അത്രയും സർവീസ് അവർ ചെയ്യുന്നുണ്ട്. അതെ അങ്ങനെ മരുന്നുകൾ സ്റ്റോക്ക് ചെയ്ത് ചിലപ്പോൾ ആരും ഉടനെ വാങ്ങൂല. അന്നൊക്കെ 500 ml ബോട്ടിലാണ് വാങ്ങുന്നേ. ഇപ്പൊ 100 ml കിട്ടുന്നുണ്ട്. 500 ml ബോട്ടിൽ വാങ്ങിച്ചു വെച്ചാൽ ഒരാൾ വാങ്ങിച്ചാൽ വാങ്ങിച്ചു മതി. ബാക്കിയെല്ലാം അവിടെ ഇരുന്ന് പറന്നു പോകില്ല. ഒരു സർവീസ് അവർ ചെയ്യുന്നത്. ഓക്കെ സാറ് നമ്മളെ മറിയാമ്മ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ മറിയാമ്മ ഡോക്ടറെ സംസാരിച്ചു. നന്ദി സജിമാൻ ഡോക്ടർ, നല്ലൊരു ക്ലാസ് തന്നതിന്. ഡോക്ടർ എൻ്റെ സംശയം, ഡോക്ടർ പറഞ്ഞില്ലേ ഈ സ്ട്രിക്ചറും അഡീഷനും ഒരു പോപ്പുലസ് ടിഞ്ചറാണോ പറഞ്ഞത് ഡോക്ടറെ? ട്രിമെലോയിഡ്സ് അല്ല, POP ആണോ? POPULS. പിന്നെ ട്രിമെലോയിഡ്സ് TREMOLIODUS ട്രിമെലോയിഡ്സ് വില്യം ബോറക്കിലുള്ള കാര്യം. പിന്നെ അതുപോലെ ഈ തയോസിനാമിനും പറഞ്ഞു, അതിന് ഏത് പൊട്ടൻസി ആയിരിക്കും നല്ലത് സ്ട്രിക്ചറില്? 30th പൊട്ടൻസിയാണ്. ഞാനൊരു കേസിന് അത് കൊടുത്തായിരുന്നു. യൂറോളജിക്കൽ മാലിഗ്നൻസി നല്ല റിസൾട്ട് ആണത്. തയോസിനാമിന് 30 കൊടുത്താൽ മതി അല്ലേ? പിന്നെ ക്ലമാറ്റിസ്, അതുപോലെ തന്നെ ഈ റെക്കറന്റ് ഇൻഫെക്ഷൻ വരുന്നതിന് പെട്രോസിലിനും അർട്ടിക്ക, ഡയോക്കിയ, സോളിഡാഗോ, ഇതൊക്കെ ടിഞ്ചറാണോ കൊടുക്കുന്നത്? പെട്രോസിലിന് 30 ആണ് കൊടുക്കുന്നത്. സോളിഡാഗോ മദർ ടിഞ്ചർ, ഡയോക്ക് 30th ഉണ്ട്, കിട്ടാറുണ്ട്. സോളിഡാഗോ ടിഞ്ചർ. പിന്നെ ഒരു മെഡിസിൻ അടുത്ത് പറഞ്ഞ പരോ, അത് കിട്ടിയില്ല. പിച്ചിക്ക് മുമ്പ് പറഞ്ഞേ. പിന്നെ പിച്ചി അത് ടിഞ്ചറാണോ? പിച്ചി ടിഞ്ചറാണ്.
പിന്നെ റിട്ടിക്ക റിപ്പൻസ അല്ലേ? അർട്ടിക്ക ഡയോക്യ. അല്ല, ലാസ്റ്റ് പറഞ്ഞ റിട്ടിക്ക അത് ക്ലിയർ ആയില്ലായിരുന്നു. ആർട്ടിക്ക എന്നുള്ളതാണ് ഇല്ല ട്രിറ്റിക്ക ക്രിട്ടിക്ക അല്ലേ? റിപ്പൻസ്. റിട്ടിക്ക അതിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാ? WRI RITICUM. ആറാണോ തുടങ്ങുന്നേ? ട്രിക്ടിക്ക TRI. അതും ടിഞ്ചറാണോ? അല്ല, പൊട്ടൻസിയ താല്പര്യം. ബാക്കി മെഡിസിൻ ഒക്കെ 30 പൊട്ടൻസി ആണ് കൂടുതലൊന്നല്ലേ അല്ലേ? തൂജയൊക്കെ പത്തോളജിക്കൽ കേസസ് ആയതുകൊണ്ട് എല്ലാ 30 ടീച്ചർ ലോ പൊട്ടൻസി ആയിരിക്കും. ഈ തൂജ മെഡോറിനും ഒക്കെ വണ്ണം പൊട്ടൻസി 32 വണ്ണം പൊട്ടൻസി. തൂജ മെഡോറിനും ഒക്കെ ടോസോട് കഴിയുന്ന ഹൈപ്പോട്ടൻസി വെക്കുന്നതല്ലേ, ഹൈപ്പോട്ടൻസി. ലോകലോട്ട് പോകാതിരിക്കുന്നതല്ലേ. പിന്നെ ഇത്രയൊക്കെ ആയിരുന്നു എന്റെ ഏകദേശം. അതുപോലെ കാസിനോസിൻ മീഡിയം പറഞ്ഞത് ഏതാ? വണ്ണം തന്നെയാണോ? വണ്ണം 200. കാഴ്സിനോസിൻ ഏത് പൊട്ടൻസിയാ നല്ലത്? മീഡിയം എന്നാ പറഞ്ഞ ഡോക്ടർ? 200. സിറിനമോ? സിറിനം 200. അതും 200 വണ്ണം പൊട്ടൻസി. പിന്നെ ടീച്ചറാ പറഞ്ഞേ. ചെറുന ഉപയോഗിക്കുന്നത് കണ്ടപ്പോഴാണ് ഡോക്ടറെ ഡെപ്ത് മനസ്സിലാക്കിയത്. ചെറുനൊക്കെ സാധാരണ ആരും പെട്ടെന്ന് ഉപയോഗിക്കാറില്ല. അതേപോലെ കിഡ്നിയിലെ ഹിമച്ചൂരിയക്ക് ഫോസ്ഫറസിന്റെ പൊട്ടൻസി ഏതായിരിക്കും? 200. പിന്നെയാണ് വന്നത് കൊണിയം. ട്യൂമർ എടുത്തു കളഞ്ഞില്ലെങ്കിൽ തൂജയും കൊണിയം എന്നല്ലാന്ന് പറഞ്ഞു. അത് കൊണിയ ഏതാ പൊട്ടൻസി? 200 വണ്ണം. നന്ദി ഡോക്ടറെ. ഇത്രയായിരുന്നു സംശയം ഉണ്ടായിരുന്നത്. ഇത്രയും നല്ലൊരു ക്ലാസ് തന്നതിന് പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി പറയാണ്. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി 2 മിനിറ്റ് ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എളുപ്പം ചോദിക്കാല്ലേ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കൺക്ലൂഡ് ചെയ്യാം ഡോക്ടറെ. ഓക്കെ, സജിമാൻ ഡോക്ടറെ നല്ലൊരു ക്ലാസ് എടുത്ത സജിമാൻ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി മറിയാമ്മ ഡോക്ടർ നന്ദി പറഞ്ഞു. ഇനി പ്രത്യേകിച്ച് നന്ദിയുടെ ആവശ്യം. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഡോക്ടർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഇനിയും ഇതിന്റെ പാർട്ട് 2 ആയിട്ട് എത്രയും വേഗത്തിൽ വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഡോക്ടർക്ക് ഒരിക്കൽ കൂടി എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നല്ലൊരു ട്രീറ്റ്മെന്റ് ക്യാൻസർ രംഗത്ത് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷനോട് അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. താങ്ക് യു. സാറിന് പ്രത്യേകം നന്ദി.